ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ആഴ്ച നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. 25,000 എന്ന നിലവാരത്തിന് മുകളിൽ മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കുറച്ച് നാളുകളായി വിപണിയിൽ 24,500 25,000 എന്ന നിലവാരത്തിനിടയിലായിരുന്നു മുൻനിര സൂചിയായി നിഫ്റ്റി നീങ്ങിയിരുന്നത്. അത് മറികടന്ന് 25,000 മുകളിൽ ഒരു സാങ്കേതികമായി ഒരു മികച്ച നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കുറിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം റിസർവ് ബാങ്കിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള നിരക്ക് കുറയ്ക്കൽ തീരുമാനമായിരുന്നു. വിപണി പ്രതീക്ഷയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ 25 ബേസിസ് പോയിന്റ് എന്ന നിലവാരം പ്രതീക്ഷയെടുത്ത് 50 ബേസിസ് പോയിന്റിന്റെ നിരക്ക് കുറയ്ക്കലാണ്, പലിശ നിരക്ക് കുറയ്ക്കലാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല ക്യാഷ് റിസർവ് റേഷ്യോയിൽ, അതായത് ബാങ്കുകൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട കരുതൽ ധനാനുപാതത്തിൽ 1% കുറവ് വരുത്തി. ഇത് വളരെ വലിയ ഒരു തുക ബാങ്കുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനുവരി മുതലുള്ള ഒരു നിരക്ക് കുറയ്ക്കലിന് ശേഷമുള്ള ഒരു സാധ്യത നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9 ലക്ഷം കോടിയോളം രൂപ വിപണിയിലേക്ക് എത്തുന്നതിനുള്ള ഒരു ലിക്വിഡിറ്റി, പണലഭ്യത ഉറപ്പുവരുത്തുന്നതിന് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തീരുമാനം സഹായമായി. ഇത് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവും മൊത്തത്തിൽ മറ്റ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവുമാണ് കഴിഞ്ഞ ഒരാഴ്ചയെ വിപണിയെ ഈ നിലവാരത്തിലെത്തിക്കാൻ സഹായിച്ചത്. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാനും ദിവസങ്ങളിൽ അറ്റ വിൽപ്പനയിലായിരുന്നെങ്കിൽ കൂടി അവസാനമായപ്പോഴേക്കും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ അനുകൂലമായ തീരുമാനം, ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകർ എല്ലാവരും വിപണിയിൽ അനുകൂലമായി ഇടപെട്ടതിൻ്റെ ഒരു സാധ്യതയായിരുന്നു വിപണിയിൽ ഉണ്ടായിരുന്ന മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒട്ടുമിക്ക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനുകൂല നീക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല ചെറുകിട മധ്യനിര ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇത് കാണിക്കുന്ന വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള സാഹചര്യങ്ങളൊപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ ഇനിയുള്ള ദിവസത്തെ നീക്കത്തിൽ നിർണായകവുമായിരിക്കും.